ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്തയാണ്. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. ഓഗസ്റ്റ് 22, ഓഗസ്റ്റ് 15-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാള് ആഘോഷിച്ചതിൻ്റെ 8 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ആഘോഷിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടു എന്ന വിശ്വാസത്തോടുകൂടെ ആചരിക്കുന്ന തിരുനാള്. ഏറ്റവും സ്നേഹമുള്ളവരെ, ബൈബിളിൽ നിന്നും വചനവായനയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന വചനഭാഗങ്ങളിലൊന്നാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മംഗളവാർത്ത. ഒരു സാധാരണക്കാരിയായ പരിശുദ്ധ കന്യകാമറിയം എങ്ങനെയാണ് ഈ മുഴുവൻ ലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായിട്ട് മുടിധരിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ചു പോയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഉത്തരം ഇന്നത്തെ ഈ സുവിശേഷ ഭാഗത്തിൽ മംഗളവാർത്തയിൽ ഉണ്ട്. 15 വയസ്സിൽ താഴെ പ്രായം വരുന്ന ഒരു സാധു കന്യകയുടെ അടുത്തേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന് വലിയ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ആ പാവം പെൺകുട്ടിക്ക് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുമെന്നും നീ അവന് യേശു എന്ന് പേരിടണമെന്നും അവൻ വലിയവനായിരിക്കുമെന്നും ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു പാവം കന്യകയോട് ആ മാലാഖ പറയുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഒരു മാലാഖയെ നേരിട്ട് അഭിമുഖീകരിക്കാൻ കിട്ടിയ അവസരത്തിൻ്റെ ആ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന പരിശുദ്ധ കന്യകാമറിയം എനിക്ക് തോന്നുന്നു അന്താളിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. ഈ അവസ്ഥയിൽ വലിയ വലിയ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് പരിശുദ്ധ കന്യകാമറിയം വളരെ സാധാരണയായിട്ട് ഏതൊരു പെൺകുട്ടിയും ചോദിക്കുന്ന അതേ ചോദ്യം മാലാഖയോട് ചോദിക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. തിരിച്ച് ആ മാലാഖ പറയുന്ന ഉത്തരത്തില് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ഉത്തരം പറയുമ്പോൾ ആ ഉത്തരം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക്. പക്ഷെ അതിനുശേഷം പറയുന്ന വാക്കുകൾ അമ്മയ്ക്ക് ഹൃദയത്തിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് നൽകുന്നുണ്ട്. മാലാഖ പറയുന്നുണ്ട്, നിൻ ചാർച്ചക്കാരിയായ എലിസബത്ത്, വന്ധ്യ എന്ന് അറിയപ്പെടുന്ന ആ എലിസബത്ത് ഇപ്പോൾ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. എലിസബത്തിന് ഇതിന് 6-ാം മാസമാണ് എന്ന് പറയുമ്പോൾ അമ്മ പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല. പരിശുദ്ധ കന്യകാമറിയം മുഴുവൻ ദൈവത്തിൽ തൻ്റെ വിശ്വാസവും ആശ്രയവും അർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. ഇങ്ങനെ പറയാൻ കാരണം വളരെ മാനുഷികമാണ്. ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ മാലാഖ പറയുന്നുണ്ട്, നിന്നെപ്പോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സംഭവം മറ്റൊരു സ്ഥലത്ത് നിനക്ക് പരിചയമുള്ള ഒരു സാഹചര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അമ്മ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. വിശ്വാസ പ്രഖ്യാപനത്തിനായിട്ട് അമ്മ ശക്തി ലഭിച്ച ഒരാളായിട്ട് മാറുകയാണ്. അപ്പോൾ ആരംഭിച്ച ആ വിശ്വാസം പിന്നീട് ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും പലപ്പോഴും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തടസ്സങ്ങളും നേരിടുമ്പോൾ ഒരിക്കലും കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന ബോധ്യത്തോടുകൂടെ മുന്നോട്ട് നടന്ന പരിശുദ്ധ കന്യകാമറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു മുന്നേറ്റമാണ് ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായിട്ട് മാറ്റുന്നത്. ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, പലപ്പോഴും ഒട്ടും മനസ്സിലാവാത്ത സാഹചര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചു പോയ സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളിലൊക്കെ ഒന്ന് കണ്ണു തുറന്ന് അമ്മയെപ്പോലെ തൻ്റെ ചുറ്റുമുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ ഒരു അടയാളമായി സ്വീകരിച്ച് നമ്മളും വിശ്വാസത്തിലേക്ക് കടന്നു വരണമെന്ന് അമ്മ നമുക്ക് മാതൃക കാണിക്കുന്നു. ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആയിരിക്കുമ്പോൾ ഒന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കുക. എത്ര പേരുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അടയാളങ്ങൾ, വലിയ അത്ഭുതങ്ങൾ നടത്തുന്നു. മനസ്സിലാക്കുക, അസാധ്യമായ കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കർത്താവിനോട് ചേർന്ന് നിന്നാൽ അതിലും അസാധ്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലും നടക്കുമെന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരിക. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, ഈ ഒരു വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമർപ്പിക്കാം. അമ്മയെപ്പോലെ എല്ലാത്തിലും ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാനും
ആ തിരിച്ചറിവിലൂടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്കായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.